സർക്കാർ സ്പോൺസേഡ് സമരമായിരുന്നു. ഞാൻ സർക്കാർ സ്പോൺസർ എന്ന് പറയാൻ കാരണം സമരം നടന്ന് ഏകദേശം ഒരു ടൈം ഒരു 3 മണി 3:30 മണിയായപ്പോൾ ഒരു സംസ്ഥാന നേതാവാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അവിടെ ഒന്ന് പറയുന്നു, ഇനി നിങ്ങൾ പിരിഞ്ഞു വയ്ക്കുമോ. പക്ഷേ ഇതെല്ലാം ഫോർമാലിറ്റീസാണ്. പരീക്ഷ നടത്തിപ്പിന് സിൻഡിക്കേറ്റിന് അധികാരം പരീക്ഷ പേപ്പർ സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നു വലിയെന്ന്. മതപരം വെച്ചാൽ ഇത് ഈ RSSൻ്റെ സംഘടനയാണെന്ന് അറിയാമല്ലോ. അറിഞ്ഞുകൊണ്ട് എന്തിനാ ഹാൾ വാടകയ്ക്ക് കൊടുത്തത്? ഹാൾ വാടകയ്ക്ക് കൊടുക്കാതിരിക്കാം, ഒരു പ്രശ്നവുമില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ കീഴിൽ റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ഭയന്ന് സർവകലാശാലകളിലെ അധ്യാപകരെന്ന് പറയുന്നവർ ഇവരുടെ കീഴിൽ സ്ലേവ്സ് ആയിട്ട് നിൽക്കുകയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സർവകലാശാലയിൽ അരങ്ങേറിയ സംഭവവികാസങ്ങൾ, സമരങ്ങൾ, അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും നമ്മൾ കണ്ടതാണ്. കേരള സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ഇതിന് പിന്നിലെ നാടകമായിട്ടുള്ള അല്ലെങ്കിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നതിൻ്റെ കാരണം എന്താണ്? ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ടുള്ള ഒരു സമരം അത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ? ഇത്തരത്തിലൊരു സമരം നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണ് എല്ലാത്തിലും ഉപരിയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനും മുകളിലാണ് എന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ കഴിയുമോ? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ചെയർമാനും മുൻ സിൻഡിക്കേറ്റ് അംഗമായ ശശികുമാർ സാറാണ്. നമസ്കാരം സാർ. ഇത്തരത്തിൽ ആദ്യമേ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, താങ്കൾ സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. സിൻഡിക്കേറ്റിനാണ് സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാത്തിനും മുകളിലുള്ള അധികാരമുള്ളത്. ഒരാളെ തിരിച്ചെടുക്കണമെങ്കിലും നിയമിക്കണമെങ്കിലും ഒക്കെ ഉള്ള അധികാരം സിൻഡിക്കേറ്റിനുണ്ട്. VC അവിടെ അപ്രയോഗികയാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുമോ? 1948 UGC രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന, പിന്നീട് പ്രസിഡൻ്റായിരുന്ന, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ ചെയർമാനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് UGC യൂണിവേഴ്സിറ്റിയെ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UGCയുടെ റെഗുലേഷനും ആക്റ്റും തയ്യാറാക്കിയതും. അതിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലറുടെ കേന്ദ്രീകരിച്ചായിരിക്കണം സർവകലാശാല പ്രവർത്തിക്കേണ്ടതെന്ന്. അപ്പോൾ സർവകലാശാലയുടെ മുഖമെന്ന് പറയുന്നത് വൈസ് ചാൻസലറാണ്. അതിൻ്റെ മറ്റ് അതോറിറ്റീസാണ് സിൻഡിക്കേറ്റ് എന്നും സെനറ്റും അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി എന്നൊക്കെ. ഇതിൻ്റെ എല്ലാം ടോപ്പിൽ ഉള്ളത് വൈസ് ചാൻസലറാണ്. അപ്പോൾ വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ വൈസ് ചാൻസലറല്ല സിൻഡിക്കേറ്റാണ് സർവകലാശാല എന്ന രീതിയിലുള്ള തർക്കമാണ് നടക്കുന്നത്. ഇന്നലെ വരെ ഇല്ലാത്ത തർക്കമാണ്. വൈസ് ചാൻസലറുടെ തീരുമാനമാണ് അന്തിമം. പക്ഷേ സർവകലാശാല ഡെമോക്രാറ്റിക് ആകുമ്പോൾ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റുമായിട്ടും സെനറ്റുമായിട്ടുമെല്ലാം കൺസൾട്ടേറ്റായിരിക്കും തീരുമാനമെടുക്കുക. അപ്പോൾ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വൈസ് ചാൻസലറാണ്. അതാണ് ഞാൻ പറയുന്നത്. വൈസ് ചാൻസലർ അധികാരങ്ങൾ ഒരു സർവകലാശാല ആക്ട് പരിശോധിച്ചാൽ വൈസ് ചാൻസലർ അധികാരങ്ങൾ വളരെ കൂടുതലാണ്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സ്വകാര്യ ആവശ്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും സർവകലാശാലകളെ കേന്ദ്രീകരിക്കുന്ന വൈസ് ചാൻസലറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈസ് ചാൻസലറിലൂടെയാണ് സർവകലാശാലയുടെ റെക്കഗ്നേഷനും സർവകലാശാല അറിയപ്പെടുന്നത്. തീർച്ചയായും. മറ്റൊന്ന്, ഇപ്പോൾ ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ സർവകലാശാലയിൽ VC നിയമിക്കുന്നത് ചാൻസലർ കൂടെ ഗവർണറുടെ തീരുമാനത്തിന് അടിസ്ഥാനമാക്കിയാണ്. ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാലങ്ങളായി കാണാൻ കഴിയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു ബോഡി കൂടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് വഴിയാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തുന്നത്. അപ്പോൾ അവിടെ ഒരു അതോറിറ്റിംഗ് പവർ എന്നുള്ളത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കൂടുതലായി ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല സാർ, സിൻഡിക്കേറ്റിന് അധികാരങ്ങളുണ്ട്, അതില്ല എന്ന് പറയാനല്ല. വളരെ വ്യക്തമായി സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ ആക്റ്റിൽ നിർവഹിച്ചിട്ടുണ്ട്, സെനറ്റിൻ്റെ അധികാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതിന് സംശയം വേണ്ട. സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ സിൻഡിക്കേറ്റ് എപ്പോഴൊക്കെ സെക്ഷനിൽ, അപ്പോൾ എപ്പോഴും സിൻഡിക്കേറ്റ് സെക്ഷനിൽ കാണില്ല, അക്കാഡമിക് സെക്ഷനിൽ കാണില്ല. അക്കാഡമിക് കൗൺസിൽ 2-3 മാസത്തിലൊരിക്കലാണ് കൂടുന്നത്. ആ സമയത്ത് ഒത്തിരി തീരുമാനങ്ങൾ സർവകലാശാലയ്ക്ക് ഭരണകാര്യങ്ങളിൽ, അക്കാഡമിക് കാര്യങ്ങളിൽ എടുക്കേണ്ടി വരും.
അതെല്ലാം എടുക്കാൻ അധികാരപ്പെട്ട ഒറ്റയാൾ വൈസ് ചാൻസലറാണ്. തീർച്ചയായും അതിൽ ഒരു മറുചോദ്യം വരുന്നത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ പറയുന്നത് അവർക്ക് ഭരണാനുമതി അല്ലെങ്കിൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുമതിയുണ്ട്, ആരെയൊക്കെ നിയമിക്കണം ആരെയൊക്കെ സസ്പെൻഡ് ചെയ്യണമെന്നോ അവർ കൂടി അറിയണം, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് അധികാരമുണ്ട് എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിനുള്ള പവർ എന്താണ് എന്നുള്ളത് ഇവിടെ കൺഫ്യൂഷനാണ്. അത് തിരിച്ചറിയാതെയാണ് പലരും സംസാരിക്കുന്നത്, പലരും ഈ കാര്യങ്ങളോടുള്ള ഒരു വിമർശനം പറയുന്നത്. എന്താണ് സിൻഡിക്കേറ്റിനുള്ള അധികാരം? പൂർണ്ണമായ ഒരു സിൻഡിക്കേറ്റിന് എന്നൊക്കെ അധികാരങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? അല്ല, സർവകലാശാല പരീക്ഷാ കാര്യങ്ങളിലും റിസൾട്ടിൻ്റെ കാര്യങ്ങളിലെല്ലാം അവസാന വാക്കെന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. പക്ഷേ ഇതെല്ലാം ഫോർമാലിറ്റീസാണ്. പരീക്ഷ നടത്തിപ്പിന് സിൻഡിക്കേറ്റിന് അധികാരം, പരീക്ഷ പോയപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പർമാരാണ് വലിയെന്ന്. അത് ചുമതലപ്പെടുത്തുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസും ഫാക്കൽറ്റിയും തീരുമാനിക്കുന്ന എക്സാമിനേഴ്സ് വാല്യൂ ചെയ്യുന്നു. അവർ ആ കാര്യങ്ങളിലെല്ലാം സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ഓർണമെൻ്റലാണ്. ഇപ്പോൾ പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് പി എച്ച് ഡി എന്താണെന്ന് അറിയാമല്ലോ. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ വളരെ വലിയ അക്കാഡമിഷ്യൻസും ഈ രംഗത്ത് പ്രാഗൽഭ്യം സൃഷ്ടിച്ച ആൾക്കാരുമാണ് ഇരുന്നത്. ഇന്നിപ്പം വന്നു മൂല്യച്യുതി എല്ലാ മേഖലയിലും ഉണ്ട്. ഞാൻ സർവകലാശാല മാത്രമല്ല, ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഈ SFIയിലും DYFIയിലും പ്രവർത്തിക്കുന്നവർക്ക് അടുത്തൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി സർവകലാശാല സിൻഡിക്കേറ്റുകൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഇവിടെ ഗ്ലയറിംഗ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ തർക്കത്തിനുള്ള കാര്യം വെച്ചാൽ രജിസ്ട്രാറുടെ പുറത്തുള്ള ശിക്ഷാ നടപടിയാണ് അധികാരം വൈസ് ചാൻസലർക്കാണോ സിൻഡിക്കേറ്റാണോ എന്ന്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. കേരള സർവകലാശാലയിൽ ഉണ്ടല്ലോ ഭാരതാംബയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇഷ്യൂ ഉണ്ടായത്. വാസ്തവത്തിൽ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ വച്ചതിനെക്കുറിച്ച് തർക്കമുണ്ട്, ഗവൺമെൻറ്റിന് തർക്കമുണ്ട്, മന്ത്രിക്ക് തർക്കമുണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രത്യേക അഭിപ്രായമുണ്ട്, ക്യാബിനറ്റിൻ്റെ അഭിപ്രായമുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമുണ്ട്. കാരണം അതൊന്നും ഒരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഗവർണറുടെ രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശരിയാണോ തെറ്റാണോ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ ഭാരതാംബ എന്ന് പറയുന്നത് സങ്കല്പമാണ്, പ്രത്യേക ചിത്രമില്ല. പലരും പല രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ദൈവങ്ങൾക്ക് പ്രത്യേക ഒരു ഇല്ല. പല ശിവനായാലും സരസ്വതി ആയാലും പല വീടുകളിലിരിക്കുന്ന ചിത്രം പല രീതിയിലാണ്. അതുപോലെ ഭാരതാംബ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള അധികാരമുള്ള വേദിയാണ്. ഇവിടെ നടന്നത് കേരള സർവകലാശാല സെനറ്റ് ഹാള് പത്മനാഭ സമിതിക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി അടിയന്തരാവശ്യവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക റിലീസിന് വേണ്ടി കൊടുത്തു. അതിൻ്റെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറാണ്. അത് ഹാളിൽ 80,000 രൂപ വാടകയും ഒക്കെയാണ്, പിന്നെ സർവീസ് ചാർജും ഉണ്ട്. അതിന് കൊടുത്തപ്പോൾ ആ സ്റ്റേജിൽ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചിരുന്നു. ആ ഭാരതാംബയുടെ ചിത്രം വച്ച് ശ്രദ്ധയപ്പെട്ടപ്പോൾ നമ്മുടെ രജിസ്ട്രാറോട് ആരോ പരാതി പറഞ്ഞു. ആ ചിത്രം അവിടെ വച്ചേക്കാണ്, ചിത്രം യാതൊരു കാരണവശാലും വെക്കാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ഹാളിൻ്റെ അനുമതി നിഷേധിച്ചു. ഗവർണർ എത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഹാളിൻ്റെ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് അദ്ദേഹം ഇറക്കി. അവിടെയാണ് ഈ വിഷയം ആരംഭിക്കുന്നത്. കാര്യം, ഒരു ഹാൾ വാടകയ്ക്ക് കൊടുത്താൽ ആ ഹാളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ആ ഹാൾ ഉപയോഗിക്കണം തീരുമാനിക്കുന്ന വാടകയ്ക്ക് എടുത്ത ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ ഒരു വ്യവസ്ഥയുണ്ട് യൂണിവേഴ്സിറ്റി. കാരണം ഹാൾ അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ അവിടെ മതപരമായ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രസംഗങ്ങളോ ഇന്നും നടത്താൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ക്യാൻസൽ ചെയ്യാം. അവിടെ ഒരു ചിത്രം വച്ചാൽ ആ ചിത്രം എങ്ങനെ വയലേഷനാകും? അപ്പം അങ്ങനെ ആരും ഇൻസ്റ്റിഗേറ്റീവ് ചെയ്ത വേറെ ആരുമല്ല, അവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ DYFI റിക്രൂട്ടഡ് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ചും പക്വതയിൽ അന്ധമായ രാഷ്ട്രീയമായിരിക്കാം. അല്ല, അതിൽ ഒരു കാര്യം കൂടി അറിയാനുള്ള കാര്യമുണ്ട്. അത് ഈ ചിത്രം വെച്ചിരുന്നാൽ ഈ പ്രസ്ഥാനം നടത്തിയ ഈ പരിപാടിയോടോ അല്ലെങ്കിൽ ഈ ഭാരതാംബ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനോടോ അല്ല എതിർപ്പ് എന്ന് അവർ പറയുന്നുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് ആ കാവിക്കൊടിയാണ് അതിനകത്ത് ഏറ്റവും വിഷയം. കാരണം മുമ്പ് P പ്രസാദുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടന്നപ്പോൾ ഇത് ആവർത്തിച്ച് പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ള ഒരു കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ ഒരു മതചിഹ്നമായി കാണുന്ന സാഹചര്യമാണുള്ളത്. RSSൻ്റെ ഒരു രൂപമായിട്ടാണ് അതിനെ സങ്കല്പിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ വിഷയമുണ്ടാകുന്നതെന്ന് പറയുന്നത്. ചോദിക്കട്ടെ, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. ഒരു ഹാൾ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്താൽ, ഒരു കല്യാണ മണ്ഡപം ഒരാളിന് വാടകയ്ക്ക് ഒരു പാർട്ടിക്ക് കൊടുത്താൽ, അവിടെ കല്യാണത്തിന് വധുവും വരനും ആരായിരിക്കണോ തീരുമാനിക്കുന്നത് ആ വാടകയ്ക്ക് എടുത്തവരാണ്. അതുപോലെ ഇവിടെ വയ്ക്കുന്ന ഭാരതാംബയുടെ കയ്യിലുള്ള കൊടിയേതാണ് അല്ലെങ്കിൽ വേഷം ഏതാണ് തീരുമാനിക്കുന്നത് ആ സംഘടനയാണ്. പക്ഷേ അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മതപരമായ ഒരു ചടങ്ങിലേക്ക് അത് നീളുകയാണെന്ന്. അല്ല, മതപരം വെച്ചാൽ ഇത് ഈ RSSൻ്റെ സംഘടനയാണെന്ന് അറിയാമല്ലോ. അറിഞ്ഞുകൊണ്ട് എന്തിനാ ഹാൾ വാടകയ്ക്ക് കൊടുത്തത്?
അതാണ്. ഹാൾ വാടകയ്ക്ക് കൊടുക്കാതിരിക്കാം, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഹാൾ വാടകയ്ക്ക് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഹാൾ തരാനൊക്കില്ല, നിങ്ങൾ മതപരമായ സംഘടനയാണ്, RSS എന്ന് പറയുന്ന സംഘടനയാണ്. ഞാൻ എന്നിട്ടും ചോദിക്കുക, RSS എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള സംഘടനയൊന്നുമല്ല. ഞാനൊരു RSSകാരനൊന്നും അല്ല. പക്ഷേ RSS എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയല്ല. അപ്പോൾ ആ സംഘടന ഹാൾ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കൊടുക്കും. ഇനി വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, ഒരു പ്രശ്നമില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഭാരതാംബ എങ്ങനെയായിരിക്കണമെന്ന് പറയാനുള്ള അധികാരം രജിസ്ട്രാർക്കോ വൈസ് ചാൻസലർക്കോ ഇല്ല. ആ ഹാൾ അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ഇത് സ്പാർക്ക് ചെയ്തത്. ഇനി അങ്ങനെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി, ഗവർണർ മാത്രമല്ല സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്. അപ്പോൾ ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടിയെ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റായ ഒരു രജിസ്ട്രാർ റദ്ദാക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വിചിത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്ന വൈസ് ചാൻസലർ അല്ലേ? വൈസ് ചാൻസലർ അനുമതി വാങ്ങിയിട്ടുണ്ടോ? ഇത് ഇവിടെയാണ് തർക്കം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന, പാർട്ടി അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന കുറച്ച് പേരുടെ ഹൂളിഗാനിസമാണ് നടക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കുന്ന വൈസ് ചാൻസലർമാരായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സർവകലാശാലകൾ ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വന്നു. സർവകലാശാലകൾ വൈസ് ചാൻസലർ അധികാരം എന്താണ്, സിൻഡിക്കേറ്റിനല്ല, എനിക്കാണ് അധികാരം, എൻ്റെ അധികാരം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നുള്ളൊരു വൈസ് ചാൻസലർ വന്നാൽ പ്രശ്നങ്ങൾ മാറും. പക്ഷേ കഴിഞ്ഞ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സർവകലാശാലയിലുള്ള വൈസ് ചാൻസലർമാർ ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ കീഴിൽ റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റബ്ബർ സ്റ്റാമ്പ് സ്ഥാനം മാറിയിട്ട് ഒരു അക്കാഡമിക് ഔട്ട്ലുക്കുള്ള വൈസ് ചാൻസലർ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലും ഈ അടുത്ത കാലത്തും എല്ലാം താൽക്കാലികമാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഗുണം സർവകലാശാലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് മാത്രമല്ല, സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള CPMൻ്റെ ഒരു സ്ട്രാറ്റജിയുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തി പറ്റില്ല. CPM എന്ന് പറയുന്ന സംഘടന നല്ല അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കേരളത്തിലെ. അവരുടെ അടിത്തറയിൽ ഏറ്റവും പ്രധാനം സർവകലാശാല വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലയും വിട്ടുള്ള കളിയില്ല. മറ്റൊന്ന് സഹകരണ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളും എല്ലാം അതേപോലെ സഹകരണ മേഖല പോലെ തന്നെ അവരേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സർവകലാശാലകൾക്കാണ്. UDF ഭരിക്കാൻ വന്നാൽ പോലും സർവകലാശാലകളിൽ ആധിപത്യം ഈ പറഞ്ഞ CPMനാണ്. അവിടെയുള്ള ജീവനക്കാരും അധ്യാപകരും മെജോറിറ്റിയും ഇടത് സംഘടനയിൽ നിൽക്കുന്നവരാണ്. പക്ഷേ പലരും ഇടത് അനുഭാവികളല്ല. പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആയില്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടും. എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവങ്ങളുണ്ട്. അതിനെതിരായിട്ട് പല സർവകലാശാലകളിലും പ്രവർത്തിച്ച ചില നല്ല അക്കാഡമിക്കായിട്ടുള്ള നിഷ്പക്ഷമായിട്ട് കാര്യം പറഞ്ഞാൽ SFIയിലെ ഏതെങ്കിലും പെൺകുട്ടിയെ കൊണ്ടുവന്ന് പീഡന കേസിലെങ്കിലും കുരുക്കും. അപ്പോൾ ഇതിലെല്ലാം ഭയന്ന് സർവകലാശാലകളിലെ അധ്യാപകരെന്ന് പറയുന്നവർ ഇവരുടെ കീഴിൽ സ്ലേവ്സായിട്ട് നിൽക്കുകയാണ്. ആ സ്ലേവ്സിന് ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ബാധകമാകുന്നവരെ വൈസ് ചാൻസലർമാരും അതിൻ്റെ ഇംഗിതത്തിൽ നിൽക്കുമ്പോൾ സർവകലാശാല പൂർണ്ണമായും ഈ CPMൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. കേരളത്തിലെ സർവകലാശാലകൾ പൂർണ്ണമായും ചുവപ്പുവൽക്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. കാരണം അതിൻ്റെ വലിയ തെളിവുകളാണ്. സർവകലാശാലയുടെ അധ്യാപക നിയമനങ്ങൾ മുഴുവനും മന്ത്രിമാരുടെയും MLAമാരുടെയും ബന്ധുക്കൾക്ക് PhD, അവരുദ്ദേശിക്കുന്നവർക്ക് PhD. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ, ഈ വല്ല മിടുക്കനാണ്. രാവിലെ ബഹളവും മുദ്രാവാക്യം വിളി, എവിടെയുണ്ട് പിക്കറ്റിങ്ങിന് കാണും. പക്ഷേ പഠനത്തിൽ 1ാം റാങ്ക്, PhD. അപ്പോൾ ജനം കാണുന്ന ഇവൻ ആൾ വളരെ മിടുക്കനാണല്ലോ. എങ്ങനെയാണ് മിടുക്ക്? കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കാളെ 2017 നടന്ന കത്തിക്കുത്തില്ലായിരുന്നെങ്കിൽ PSCയിൽ ഉള്ള ആ പയ്യൻ PSC ഇപ്പം തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ആകുമായിരുന്നു. അയാളുടെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ആൻസർ പേപ്പർ മുഴുവൻ അവിടെ ഇരിക്കുക. ആൻസർ പേപ്പർ എഴുതുന്നു, അതിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, പ്രിൻസിപ്പൽ അതിനെ സർവകലാശാലയ്ക്ക് അയക്കുന്നു, അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുന്നു, MA പാസ്സാകുന്നു, PhD എടുക്കുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡോക്ടറായിട്ട് അറിയുന്നു. നമ്മുടെ ഡോക്ടർമാരുടെ കഥ അറിയാലോ, വാഴക്കുല ഡോക്ടർമാർ. അപ്പോൾ ഈ നിലയിലേക്ക് സർവകലാശാല എത്തുമ്പോൾ മറുഭാഗത്ത് ഇതിനെക്കുറിച്ച് പ്രതിരോധിക്കാൻ ആളില്ല, പ്രതിരോധിക്കാൻ ഭയമാണ്. അങ്ങനെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ നിലവിൽ വന്നത്. ഞാൻ തന്നെയാണ് എൻ്റെ ചെയർമാൻ. ഇന്ന് കേരളത്തിൽ ഒരു നല്ല നെറ്റ്വർക്ക്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തത്തിലുള്ള നെറ്റ്വർക്കാണ് അതിനകത്തുള്ളത്. കാരണം നമുക്ക് ഒത്തിരി വിവരങ്ങൾ ഇതിനകത്ത് സത്യസന്ധമായിട്ട് എന്ത് നടക്കുമെന്ന് തരുന്നതിൽ വലിയൊരു ഭാഗം ഇടതുപക്ഷ അധ്യാപകരാണ്. കാരണം അവരും പൊറുതിമുട്ടിയിട്ടായിരിക്കാം. പക്ഷേ അവർ പറയുന്നുണ്ട് ഈ ഞങ്ങൾ തന്നു എന്നുള്ള ഐഡൻറ്റിറ്റി മാത്രം പറയരുത്, പക്ഷേ നമുക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടിയാൽ മതിയല്ലോ. അതനുസരിച്ച് എക്സ്പോസ് ചെയ്തുകൊണ്ട്
ഈ അടുത്ത കാലത്ത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഡോക്ടറേറ്റ് എടുത്ത നേതാക്കന്മാരും വച്ചു പുതുതായിട്ട് ഡോക്ടറേറ്റ് ഉള്ളവർ വരാതെയായി. നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു രാജ്യസഭ MP ഏകദേശം അദ്ദേഹത്തിൻ്റെ PhD പൂർത്തിയാക്കിയതാണ്. വാഴക്കുല PhD പുറത്തു വന്നതോടുകൂടി തന്നെ അദ്ദേഹം എന്തായാലും PhD എടുക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറെങ്കിലും അതിൻ്റെ പേരിൽ കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വയമേ പിന്മാറിയതാണ്. അപ്പം ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൽ വരുമ്പോഴത്തേക്കും വൈസ് ചാൻസലർ പറയാണ് ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ട്വിസ്റ്റ് ഉണ്ടാവും, ബഹളം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും മുൻകാലങ്ങളിൽ നടന്നിട്ടില്ല. പണ്ട് കാലത്തൊക്കെ സിൻഡിക്കേറ്റിൽ വളരെ പ്രഗത്ഭന്മാരുടെ, പ്രത്യേകിച്ച് CPM-ൻ്റെയൊക്കെ വരുന്നത് നമ്മുടെ S രാമേന്ദ്രൻ പിള്ളയെ പോലത്തെ ആൾക്കാരായിരുന്നു. അവരെല്ലാം വളരെ ഈ കാര്യങ്ങളൊക്കെ സമയത്തോടുകൂടി പഠിച്ച് തീരുമാനമെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഉള്ളിൽ പോളിറ്റിക്സ് ഉണ്ടെങ്കിലും അക്കാഡമിക് കാര്യത്തിൽ പോളിറ്റിക്സ് കാണിക്കില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയട്ടെ, ഈ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ മുതൽ യൂണിവേഴ്സിറ്റികൾ പൂർണ്ണമായും പൊളിറ്റിക്കലൈസ് ചെയ്തു. ആ പൊളിറ്റിക്കലൈസ് ചെയ്തതിനെ മാറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനവും തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് കൊടുത്തപ്പോഴാണ് പൊട്ടിത്തെറി തുടങ്ങിയത്. ആ പൊട്ടിത്തെറിയിൽ അദ്ദേഹവും ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടി. അതിനുശേഷമുള്ള വൈസ് ചാൻസലർമാരുടെ നിയമനം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വൈസ് ചാൻസലർമാരെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതാണ് നിയമിക്കുന്നതിന് വേണ്ടി സർവകലാശാല നിയമം ഭേദഗതി ചെയ്തു. അതങ്ങേര് അംഗീകരിച്ചില്ല. ആ റിവിഷനെ തുടർന്ന് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ ടെമ്പററി ആയിട്ട് നിയമിച്ചു. ഇന്ന് ടെമ്പററി ആയിട്ട് നിയമിച്ചിരിക്കുന്ന വൈസ് ചാൻസലർമാർ എല്ലാവരും ഒന്നോ രണ്ടോ പേര് അല്പം കഴിവ് കുറഞ്ഞവരാണെങ്കിൽ ബാക്കി എല്ലാവരും വളരെ പ്രഗത്ഭന്മാരാണ്. തീർച്ചയായും. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സമരം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രജിസ്ട്രാറെ പുറത്താക്കിയ നടപടി റദ്ദ് ചെയ്യുന്നു എന്ന് സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, VC ഒരു അജണ്ട തീരുമാനിച്ചതിന് ശേഷം VC ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകാൻ നിയമപരമായുള്ള അധികാരം VCക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് യോഗം കൂടി ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടതെന്നാണ്. യഥാർത്ഥത്തിൽ VCക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള ഒരു അധികാരമുണ്ടോ? അതാണ് സംഭവിച്ചത്. പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്തതാണ്. എപ്പോഴും അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് മാത്രമേ ഇവരാണ് പണിഷ് ചെയ്യാൻ അധികാരമുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ വിവാദമായ ഭാരതാംബ പ്രശ്നം വന്നപ്പോൾ ഹാള് ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഗവർണറെ അനാദരവ് കാട്ടുന്നതായിട്ട് കണ്ടപ്പോൾ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചു. വാസ്തവത്തിൽ രജിസ്ട്രാറുടെയും ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. അപ്പോൾ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് മാത്രമേ ഒരാളിനെ പണിഷ് ചെയ്യാൻ അധികാരമുള്ളൂ. പക്ഷേ സിൻഡിക്കേറ്റിൻ്റെ പവർ വൈസ് ചാൻസലർ എക്സർസൈസ് ചെയ്യാമെന്ന് യൂണിവേഴ്സിറ്റി ആക്ട് 13 പറയുന്നുണ്ട്. 1013 വകുപ്പ് അനുസരിച്ച് ആ പവർ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്ചേഞ്ച് വന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അദ്ദേഹം ആ പവർ ഉപയോഗിച്ചു. പക്ഷേ ആ അധികാരം ഉപയോഗിക്കുമ്പോൾ അടുത്ത സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. റാറ്റിഫൈ ചെയ്യണമെന്നല്ല, ജസ്റ്റ് റിപ്പോർട്ടിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? വൈസ് ചാൻസലർ ചെയ്തത് പണിഷിംഗ് അല്ല, സസ്പെൻഡിങ് ആണ്. തൽക്കാലം അയാളെ മാറ്റി നിർത്തുന്നു. നമ്മുടെ ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞത് കേരള സർവീസ് ചട്ടം അനുസരിച്ച് പണിഷ്മെൻറ്റ് മാറ്റി നിർത്തുന്നു. അന്വേഷിക്കാൻ അപ്പോയിൻറ്റിങ് അതോറിറ്റിയെ സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തുന്നു തീരുമാനിച്ചപ്പോൾ ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന അനിൽകുമാർ നേരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല. ഹൈക്കോടതി പറഞ്ഞു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ട്. അതോടുകൂടി കേസ് തീർന്നു. നേരെ ഇവിടെ വന്ന് എന്ത് ചെയ്തു? അടുത്ത ദിവസം കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കണം. കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ സാധാരണ രജിസ്ട്രാറേയും യൂണിവേഴ്സിറ്റിയെയും വൈസ് ചാൻസലറേയും മാത്രമേ റെസ്പോണ്ടൻ്റ് ആക്കാറുള്ളൂ. പക്ഷേ ഇവിടെ സിൻഡിക്കേറ്റിനെ കൂടി റെസ്പോണ്ടൻ്റ് ആക്കി. സിൻഡിക്കേറ്റിനെ റെസ്പോണ്ടൻ്റ് ആക്കിയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വക്കീൽ പറഞ്ഞു സിൻഡിക്കേറ്റ് കൂടി റെസൊല്യൂഷൻ എടുക്കണം, എങ്കിൽ മാത്രമേ ഞാൻ സിൻഡിക്കേറ്റിന് വേണ്ടി ഹാജരാവുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് പറഞ്ഞു ഇത് കൊടുക്കുന്നതിന് വേണ്ടി അർജൻറ്റായിട്ട് സിൻഡിക്കേറ്റ് കൂടണമെന്ന് പറയും. അങ്ങനെ തലേ ദിവസം ലെറ്റർ കൊടുക്കുന്നു. അടുത്ത ദിവസം തിങ്കളാഴ്ച കോടതി കേസ് വരുമെന്നുള്ളതുകൊണ്ട് അന്ന് ചാർജായിരുന്ന ഡോക്ടർ സിസ തോമസ് അർജൻറ്റായിട്ട് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടി ഈ ഐറ്റം ചർച്ച ചെയ്യാൻ പറയും. ഒരു ഐറ്റത്തിന് വേണ്ടിയാണ് ചർച്ച വെച്ചാൽ ആ ഐറ്റം മാത്രമേ ചർച്ച ചെയ്യാവൂ. അല്ല, അതിൽ ഈ കൃത്യമായി അജണ്ടയിൽ പറഞ്ഞിരുന്നോ ഈ രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നതാണ് എന്നുള്ളത്? അല്ല, ഈ ഐറ്റത്തിൽ പറയുന്നത് രജിസ്ട്രാറുടെ കേസ് ഹൈക്കോടതിയിൽ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കുന്നതിന്, സത്യവാങ്മൂലം കൊടുക്കുന്നതിന്, സിൻഡിക്കേറ്റിൻ്റെ സത്യവാങ്മൂലം കൊടുക്കുന്നതിന്, ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ മീറ്റിംഗ് ഓഫ് ദ സിൻഡിക്കേറ്റ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ആ ഐറ്റമേ ചർച്ച ചെയ്യാവുള്ളൂ. മറ്റേതെങ്കിലും ഐറ്റം ചർച്ച ചെയ്യണമെങ്കിൽ ചെയറിൻ്റെ പെർമിഷൻ വേണം. അത് ആ ഐറ്റം വെച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കേണ്ട, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞു ഇത് സബ്ജുഡിസ് ആവും, ഹൈക്കോടതിയെ പരിഗണിക്കുന്ന വിഷയമാണ്. അതുമാത്രമല്ല ഞാൻ അതിനുവേണ്ടി അല്ല യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. യോഗം വിളിച്ചു കൂട്ടിയത് സത്യവാങ്മൂലം കൊടുക്കാനാണ്. അതിൻ്റെ പേര് 1 മണിക്കൂർ അവിടെ ഒച്ചപ്പാടും ബഹളമായി. സോ ഷീ ഡിസോൾവ്ഡ് ദ മീറ്റിംഗ്.
മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനല്ല, ഒൺലി ടു ദ വൈസ് ചാൻസലർ. വൈസ് ചാൻസലർക്ക് താല്പര്യമുള്ളപ്പോൾ വിളിച്ചു കൂട്ടാം. പിന്നെ ഒരു കണ്ടീഷനുണ്ട്, 2 മാസത്തിലൊരിക്കൽ വിളിച്ചു കൂട്ടിയിരിക്കണം. പരമാവധി 60-ാം ദിവസത്തിന് മുമ്പ് വിളിച്ചു കൂട്ടണമെന്നല്ലാതെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞാലും VC വിളിച്ചു കൂട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ എമർജൻസി ഉള്ളതുകൊണ്ട് വൈസ് ചാൻസലർ വിളിച്ചു കൂട്ടി. അവിടെ ബഹളം നടന്നപ്പോൾ ഷീ ഡിസോൾവ് ദ മീറ്റിംഗ്. അപ്പം മീറ്റിംഗ് കൂടാൻ അധികാരമുള്ള വൈസ് ചാൻസലർക്ക് മാത്രമേ ഡിസോൾവ് ചെയ്യാൻ അധികാരമുള്ളൂ. ഡിസോൾവ് കഴിഞ്ഞാൽ വീണ്ടും കൂടണമെങ്കിൽ വൈസ് ചാൻസലർക്ക് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ ഡിസോൾവ് ചെയ്തു പോയതിന് ശേഷം ഇവർ മാത്രം കൂടിയിരുന്ന് ഇയാളെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് ഒരാളിനെ അധ്യക്ഷയാക്കിയിരുത്തി. അതിന് പറയുന്നത് അവിടെയുള്ളൊരു പ്രൊഫസർ, ആ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ഒരു സീനിയർ, ആ പ്രൊഫസർ VC ആവാൻ യോഗ്യയാണെന്ന്. VC ആവാൻ യോഗ്യതയുള്ളവരെ വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കൊണ്ടുപോകാനൊക്കെ VCക്കല്ലേ ഇരിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരാളിനെ ഇരുത്തി യോഗം ചേർത്തു. അവിടെയുള്ള രജിസ്ട്രാർ വാസ്തവത്തിൽ വൈസ് ചാൻസലർ പുറത്ത് പോകുമ്പോൾ രജിസ്ട്രാർ പുറത്ത് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു എംപ്ലോയി ആണ്, അവിടുത്തെ ജോയിൻ്റ് HR, അയാൾ മിക്കവാറും കത്തി കാട്ടി നേരത്തെ പറഞ്ഞ ഭീഷണിപ്പെടുത്തിയായിരിക്കാം അയാൾ അവിടെ ഇരുത്തിച്ച് മിനിറ്റ്സ് കഴിച്ച് ഇയാളെ തിരിച്ചെടുത്തു എന്ന് പറയും. അല്ല, ആ മിനിറ്റ്സിന് വാല്യൂഡ് ആയിട്ടുള്ളൊരു ഇത് വരുമെന്നുള്ളതാണ്. വരില്ല. ആ മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയതിനെ തുടർന്ന് ഞങ്ങളൊരാൾ ഇരിക്കാം. ഞാൻ പറയാം, 2012 ഞാനൊക്കെ ഉള്ള സിൻഡിക്കേറ്റിൽ ഡോക്ടർ ജയകൃഷ്ണനായിരുന്നു വൈസ് ചാൻസലർ. അത് ഇടതുപക്ഷം ഗവൺമെൻറ് നിയമിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴേ ഇടതുപക്ഷമൊന്നും അല്ല. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ UDFൻ്റെ LDFൻ്റെ അംഗങ്ങൾ തമ്മിൽ ഏതോ ഒരു ഇഷ്യൂ വലിയ സംഘർഷം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഈ ഇഷ്യൂവിൽ ഇരിക്കുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചിട്ട് അറിയുമ്പോൾ ഞാൻ തിരിച്ച് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ചേംബറിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾ ആരെയും അപ്പം വിത്ത് ദി കൺസെൻറ്റ് ഓഫ് വൈസ് ചാൻസലർ അന്ന് മാർവിയൻസ് കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന ഡോക്ടർ ജോളി ജേക്കബിൻ്റെ ചെയർമാൻഷിപ്പിൽ ഞങ്ങൾ യോഗം നടത്തി കുറേ പിരിച്ചുവിട്ടതായിരുന്നില്ല. അല്ല, അത് പിരിച്ചുവിടല്ല, വിത്ത് കൺസെൻ്റാണ്. വൈസ് ചാൻസലർ മാറിപ്പോകുമ്പോൾ ഇതിനകത്തുള്ള ഒരാളിനെ ചെയർ ചെയ്യിക്കാം. അല്ലാതെ VC യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ യോഗം വീണ്ടും കൂടെ ആർക്കും അധികാരമില്ല. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി, ഈ ഒരു സംശയത്തിൻ്റെ നിലയിലുള്ളതുകൊണ്ടാണ്. അതായത് VC പിരിച്ചുവിട്ടതിന് ശേഷം ആ ഒരു യോഗം തുടരാനായി വൈസ് ചാൻസലറിനോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലെ ഏറ്റവും ഉയർന്ന ഈ പറഞ്ഞ പോലെ സീനിയോറിറ്റി ഉള്ള ആളിനോ അധികാരമുണ്ട് എന്ന് സിൻഡിക്കേറ്റ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അധികാരമില്ല. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനുള്ള അധികാരം യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് വൈസ് ചാൻസലർ മാത്രം നിക്ഷിപ്തമാണ്. ഒരു സിൻഡിക്കേറ്റിനും അധികാരമില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വൈസ് ചാൻസലറുടെ മുകളിലാണ് സിൻഡിക്കേറ്റ് മെമ്പർമാർ കരുതിയിരിക്കുന്നത് ഇവർ ഈ മന്ത്രിസഭയിലെ നമ്മുടെ മിനിസ്റ്റേഴ്സിനെ പോലെയാണ്. മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റാണ്. സിൻഡിക്കേറ്റ് മെമ്പർക്ക് ഒരു അധികാരവും യൂണിവേഴ്സിറ്റി ആക്ടിനകത്തില്ല. അവരാദ്യം മനസ്സിലാക്കണം. വൈസ് ചാൻസലർക്കുള്ള പവേഴ്സ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, രജിസ്ട്രാർക്കുള്ള പവേഴ്സ് പറയുന്നുണ്ട്. സിൻഡിക്കേറ്റിൻ്റെ പവേഴ്സ് സിൻഡിക്കേറ്റിനെ പവറുള്ളൂ, സിൻഡിക്കേറ്റ് മെമ്പർക്ക് കൂടിയിരിക്കുന്ന ആ യോഗത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആ മെമ്പർക്ക് യാതൊരു അധികാരമില്ല. പക്ഷേ ഇവിടെ മെമ്പർ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ രീതിയിൽ ഫയലുകൾ വിളിക്കുന്നു, പരിശോധിക്കുന്നു. ആ ഒരു ഫയൽ ഒപ്പിടാൻ അധികാരമില്ലല്ലോ. ഒരു മിനിറ്റ് വേണമെങ്കിൽ സിൻഡിക്കേറ്റ് കമ്മിറ്റി കൂടുമ്പോൾ മിനിറ്റിൽ ഒപ്പിടാം. വാസ്തവത്തിൽ ഇവർക്ക് മുറി പോലും കൊടുക്കാൻ പാടില്ലെന്ന് പറയും. അവിടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാതെ ഇവിടെ നമ്മുടെ MLA ക്വാർട്ടേഴ്സിൽ റൂമുള്ളതുപോലെ ഓരോ പേർക്കും ഓരോ മുറി കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ഓഫീസാണെന്ന്. അവിടെ ഈ നമ്മുടെ ഞാൻ പറയുന്നതിന് വേണ്ടി ഈ റൗഡി എലിമെൻറ്റ്സ് ആയിട്ടുള്ള ചില സിൻഡിക്കേറ്റങ്ങളുണ്ട്. അവർക്ക് ചില ആൾക്കാർക്ക് 50-ൽ പരം ക്രിമിനൽ കേസുണ്ട്. 50-ൽ പരം ക്രിമിനൽ കേസുള്ള ഒരാളിനെയാണ് വിദ്യാഭ്യാസ വിചക്ഷണനായിട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സർവകലാശാലയുടെ അവസ്ഥ എന്താ? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും കേരള സർവകലാശാലയിലായാലും കുട്ടികൾ നടത്തിയ സമരം, അത് ഒരുപക്ഷെ കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള യുവാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെന്ന് തന്നെ പറയാം, വിദ്യാർത്ഥികൾ അണിനിരുന്ന ആ സമരത്തിൽ വലിയ രീതിയിലുള്ളൊരു സമര ആഭാസം എന്ന് പറയുന്ന തരത്തിലേക്ക് പോകേണ്ടി വരും. കാരണം ജീവനക്കാരെ മർദ്ദിക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ പല വസ്തുക്കളും തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സീരിയസ്നെസ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടാണ് അത് അതിലേക്ക് ഇവരെ തള്ളിവിടുകയാണ്. അല്ല, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ കാര്യത്തിനകത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതിനെ തുടർന്ന് ഇയാൾ ഹൈക്കോടതി പോയി കഴിഞ്ഞിട്ട് എന്താ, ഞാൻ കേസ് വിഡ്രായാണ്, സിൻഡിക്കേറ്റ് അനധികൃതമായി കൂടിയ സിൻഡിക്കേറ്റ് ആണെങ്കിലും എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു കേസില്ല എന്ന് പറഞ്ഞു. സോ കോടതി കേസ് വിഡ്രാ ചെയ്യാൻ പെർമിറ്റ് ചെയ്താൽ അയാൾ അതോടുകൂടി കോടതി അംഗീകരിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ കൊടുത്തത്. CPM അംഗങ്ങളും പറയുന്നത് അതാണ്. കോടതി അംഗീകരിച്ചു. കോടതി ഒന്നും അംഗീകരിച്ചിട്ടില്ല. കോടതി അയാൾ കേസുമായിട്ട് മുമ്പോട്ട് പോട്ടെ. കേസുമായിട്ട് മുമ്പോട്ട് പോകാത്ത കാര്യം കഴിഞ്ഞ ആദ്യത്തെ ദിവസം നേരെ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കൃത്രിമമായ ഒരു സിൻഡിക്കേറ്റ് കൂടിയായിട്ട് കാണിച്ചിട്ട് അതിലൂടെ അകത്ത് കയറാൻ പറയുമ്പോഴത്തേക്കും
വൈസ് ചാൻസലറുടെ അഡ്വക്കേറ്റ് കോടതിയെ പറഞ്ഞു ഇത് അനധികൃതമായിട്ടുള്ള സിൻഡിക്കേറ്റാണ്. അപ്പോൾ കോടതി പറഞ്ഞു അതിന് നിങ്ങളുടെ കോമ്പിറ്റൻ്റ് അതോറിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് വൈസ് ചാൻസലർ ഓർ ചാൻസലർക്ക് അയക്കുക, തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത് ചാൻസലർ കോർട്ടിലാണ്. ചാൻസലർ ഇപ്പോൾ എന്ത് പറഞ്ഞു? വൈസ് ചാൻസലർ യുക്തമായി തീരുമാനമെടുക്കാൻ പറഞ്ഞു. വൈസ് ചാൻസലർ അന്ന് സിസ തോമസ് ആയിരുന്നു. അവർ പറഞ്ഞു ക്യാമ്പസിൽ കയറരുതെന്ന്. ക്യാമ്പസിൽ കയറരുതെന്ന് പറഞ്ഞ വൈസ് ചാൻസലർ രജിസ്ട്രാർ ഇപ്പോൾ റൂമിൽ ചെന്നിരിക്കുക. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി പേരുണ്ട്. ഇനി ഞാൻ മറ്റേ കാര്യത്തിലേക്ക് പറയാം. ഇത് വിദ്യാർത്ഥികൾക്ക് ഒന്നും അറിയില്ല. ഇപ്പോൾ വന്ന് പറയുന്നത് കാവ്യവൽക്കരണത്തിനെതിരെയുള്ള സമരം എന്ന രീതിയിൽ കാലിക്കറ്റിലെ VC വളഞ്ഞു വയ്ക്കുന്നു. അവിടെ കയറി അവിടുത്തെ ജീവനക്കാരെ അടിക്കുന്നു. അവർ പലരും ആശുപത്രിയിലായി. കേരളയിൽ കണ്ടല്ലോ, സർക്കാർ സ്പോൺസേഡ് സമരമായിരുന്നു. ഞാൻ സർക്കാർ സ്പോൺസർ എന്ന് പറയാൻ കാരണം സമരം നടന്ന് ഏകദേശം ഒരു ടൈം ഒരു 3 മണി 3:30 മണിയായപ്പോൾ ഒരു സംസ്ഥാന നേതാവാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അവിടെ ഒന്ന് പറയുന്നു ഇനി നിങ്ങൾ പിരിഞ്ഞു വയ്ക്കോ. വാസ്തവത്തിൽ ഒരു സമരം നടക്കുമ്പോൾ SFIയുടെ സമരം നടക്കുമ്പോൾ CPMൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി വന്ന് നിൽക്കുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി അവിടെ വരിക എന്ന് പറഞ്ഞാൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സമരം സർക്കാർ സ്വാതന്ത്ര്യ സമരമായിരുന്നു. കുട്ടികളുടെ പെർമിഷനോടുകൂടി യൂണിവേഴ്സിറ്റിക്കകത്ത് കയറ്റി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. എന്തിനായിരിക്കും അങ്ങനെ ഒരു സ്പോൺസേഡ് സമരത്തിൻ്റെ അതിൻ്റെ വളരെ ആസൂത്രിതമാണ്. കാരണം ഇത് ഭാരതാംബയുമല്ല ചുവപ്പുവൽക്കരണമല്ല. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പേര് പറയാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ നമ്പർ 1 ഈ പറഞ്ഞ ലോകത്ത് വേൾഡത്ത് എല്ലായിടവും കോവിഡ് വന്നിട്ടും ഏറ്റവും കുറച്ച് മരണം അറിയാലോ. മരണം സംഭവിച്ചത്രയെന്ന് നമ്മുടെ കണക്കുകളൊക്കെ വെച്ചാൽ ഈ അമേരിക്കയിലുള്ളവർ പോലും ഈ മാസ്ക് കിട്ടുമോ കേരളത്തിൽ നിന്ന് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരിൽ PR വർക്ക് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് എല്ലാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തകർന്നു. ആരോഗ്യ മേഖല തകർന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അമേരിക്കയിൽ പോയിരിക്കുന്നു. അപ്പോൾ ഇത് വ്യാപകമായ ചർച്ചയായി. അപ്പോൾ വിദ്യാഭ്യാസ മേഖല തകർന്നു. നമ്പർ 1 പറയും. ആരോഗ്യ മേഖല കുറച്ച് നാളുകളായിട്ട് നമ്മൾ വാസ്തവത്തിൽ മറ്റ് സ്റ്റേറ്റിനെ വെച്ച് മെച്ചമായിരുന്നു, അതിനെ തകർത്തു. അപ്പോൾ ഇതിൽ നിന്ന് ജനശ്രദ്ധ പിടിച്ചുവിടാനായിട്ട് പാവപ്പെട്ട ഈ കാളയിലെ പിള്ളേരെ ഇറക്കി വിടാനായിട്ട് നമ്മുടെ ഗോവിന്ദൻ ഉണ്ടാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്ന നാടകമാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം എന്താ? ഇന്നലെ തന്നെ ആദ്യ ദിവസം കേരള സർവകലാശാലയിൽ, അടുത്ത ദിവസം ഇന്നലെ രാജ്ഭവനിലായിരുന്നു. രാജ്ഭവൻ്റെ മുമ്പിൽ നടന്ന കോലാഹലം എന്തൊക്കെ ആയിരുന്നു? അതിനെ മറിച്ചിടുന്നു, ഈ ബാരിക്കേഡ്, ആ ബാരിക്കേഡ് മറിച്ചിടുന്നു, അതിനെ കയറിനെ കുറേ കുട്ടികൾ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ചാനലുകാർ പറയുന്നു 6 തവണ ജലപീരങ്കി അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കർട്ടൻ എടുത്ത് കാണിക്കുന്നു, ചുവന്ന കർട്ടൻ, വീട് വിളിക്കുന്നു, ഇതോ ഞങ്ങൾ വെടിപൊട്ടിക്കും എന്ന് പറയുന്നത് വെച്ചാൽ എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ നെടുമുടി വേണു ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞാൽ തേങ്ങ പൊട്ടിക്കുന്ന കാര്യമുണ്ടല്ലോ, അതേപോലെ ഒരു നാടകം അഭിനയിച്ചിട്ട് എല്ലാം പിരിഞ്ഞു പോയി. അപ്പോൾ ഇത് മുഴുവനും ഒരു തിരക്കഥയാണ്. ഇവിടെ സർവകലാശാല മെച്ചപ്പെടുത്താൻ വേണ്ടിയല്ല. സർവകലാശാലയിൽ കാവ്യവൽക്കരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറ്റേ, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. സർവകലാശാലകളിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചുവപ്പുവൽക്കരണവും പാടില്ല, കാവ്യവൽക്കരണവും പാടില്ല, തിരുവണ്ണവൽക്കരണവും പാടില്ല, അക്കാഡമിക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സർവകലാശാല മെച്ചപ്പെടുള്ളൂ. ഇപ്പോൾ തന്നെ കുട്ടികളിൽ 30-40% കഴിഞ്ഞ വർഷത്തെക്കാളും കുറഞ്ഞു തുടങ്ങി. കുട്ടികളെല്ലാം വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിൽ പോയി തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ സർവകലാശാല എത്തിക്കണം. ഇവിടെ കാവ്യവൽക്കരണം നടന്നതായിട്ട് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ 2 ദിവസത്തിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് 2 വൈസ് ചാൻസലർമാരുടെ ഒഴിവുണ്ടായിരുന്നു. കുഫോസ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ മറ്റൊന്ന് മലയാളം സർവകലാശാല. ഈ 2 സർവകലാശാലയിലും നിയമിച്ചത് കേരള സർവകലാശാലയിലെ ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ സീനിയർ പ്രൊഫസർമാരാണ്. പക്ഷേ അവർ 2 വളരെ മിടുക്കന്മാരാണ് കേട്ടോ. വൈസ് ചാൻസലർമാർക്ക് സർവ്വതാ യോഗ്യരായവരാണ്. അവർ 2 പേരെ നിയമിച്ചു. അപ്പോൾ ഇതിനകത്ത് എന്താ കാവ്യ? അവരെ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലെ CPM നിയന്ത്രണത്തിലുള്ള അധ്യാപക സംഘടന വിളിച്ച് സ്വീകരണം കൊടുത്തു. പിന്നെ എങ്ങനെ കാവ്യവൽക്കരണമാവും? ഞാൻ ചിലപ്പോൾ ചില സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ അവർ നിയമിച്ചിരിക്കാം. അത് ഗവർണറുടെ നോമിനിയാണ്. ചാൻസലർക്ക് പണ്ട് ഗവൺമെൻറ് പറയുമ്പോൾ കേൾക്കുമായിരുന്നു. ഇപ്പോൾ ചാൻസലർ സ്വന്തമായിട്ട് ചെയ്യുന്നു. അവർ BJP അനുഭാവിയായിരിക്കാം. അതിനെന്താ? കോൺഗ്രസ് അനുഭാവികൾ വന്നിട്ടുണ്ട്, CPM അനുഭാവികൾ വന്നിട്ടുണ്ട്, BJP അനുഭാവികൾ വരും. അപ്പം നമ്മൾ ഇതിനെയൊക്കെ ആ രീതിയിലല്ല കാണേണ്ടത്. സർവകലാശാല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ അതല്ല. സർവകലാശാല പാർട്ടി വളർത്താനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റിയാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ്. ഇനിയും തകരും. നമ്മുടെ രക്ഷകർത്താക്കൾ ഈ ബഹളങ്ങൾ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അന്യ സംസ്ഥാനങ്ങളിൽ അയക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായും. ഏതായാലും കേരള സർവകലാശാല അതിന് വളരെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്.
ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഓരോ കുട്ടികളും കേരള സർവകലാശാലയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയവൽക്കരണം, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കേരള സർവകലാശാലയിൽ അല്ലെങ്കിൽ സർവകലാശാലകളിൽ നടക്കുന്ന രാഷ്ട്രീയവൽക്കരണം അത് കുട്ടികളുടെ മനസ്സ് മടുപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് ഈ 30 മുതൽ 40% വരെ കുട്ടികൾ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം, മറ്റ് വിദേശ പഠനങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ചേക്കേറുന്നതിൻ്റെ സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. സർവകലാശാലകളിൽ കുട്ടികൾക്ക് കൃത്യമായി പഠിക്കുവാനുള്ള അല്ലെങ്കിൽ മനസ്സമാധാനത്തോടുകൂടി പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകത അതിക്രമിച്ചിരിക്കുകയാണ്. അവിടെ രാഷ്ട്രീയവൽക്കരണമല്ല ആവശ്യമായി വരുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. ടോക്കിംഗ് പോയിൻ്റ് എപ്പിസോഡുകൾ അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.